നമസ്കാരം. ഇപ്പോൾ നമ്മളുള്ളത് ഗോവയിലെ പനാജിയിലാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് പനാജി സിറ്റിക്കുള്ളിലുള്ള ഒരു ഫിഷ് മാർക്കറ്റിലോട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ബീച്ച് ഫ്രണ്ട് വാക്ക് വേ ആണ്. മനോഹരമായിട്ടുള്ള ഒരു വാക്ക് വേ ആണിത്. ക്യാസിനോസാണ്, ആ കിടക്കുന്ന എല്ലാം ക്യാസിനോസാണ്. ഗോവയിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് ക്യാസിനോസ് എന്ന് പറയുന്നത്. മനോഹരമായിട്ട് നവീകരിച്ച വാക്ക് വേ ആണിത്. പനാജി സിറ്റിയിൽ നിന്ന് ഏതാണ്ട് കടലിൻ്റെ അറ്റം വരെയുള്ള നീളത്തിൽ മനോഹരമായിട്ട് ഇതുപോലെ വാക്ക് വേ ഉണ്ട്. ബെഞ്ചുകളും ഇരിപ്പിടങ്ങളും അതുപോലെ ചെറിയ പാർക്ക് പോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫിഷ് മാർക്കറ്റിലോട്ട് പോകുമ്പോഴാണ് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇത് മെയിൻ സിറ്റി തന്നെയാണ്. പനാജി സിറ്റി എന്ന് പറയുന്ന നമ്മൾ പറയുന്ന സ്ഥലം തന്നെയാണ്. രാവിലെ സമയമാണ്. രാവിലെ സമയത്താണ് മെയിനായിട്ട് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ മാർക്കറ്റിലോട്ട് കയറുന്നതിന് മുമ്പേ തന്നെ ആൾക്കാർ മീനൊക്കെ വിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. റോഡിൻ്റെ സൈഡിലായിട്ട് നിരവധി ആൾക്കാർ ഇരുന്ന്, സ്ത്രീകളാണ് കൂടുതലും മീൻ വിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ ചെറിയൊരു മാർക്കറ്റാണ്, വലിയ മാർക്കറ്റെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഗോവയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയൊരു ഫിഷ് മാർക്കറ്റാണ്, പക്ഷേ വലിയ ഫിഷ് മാർക്കറ്റൊന്നുമല്ല. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മാർക്കറ്റിൽ കാണുന്ന പോലുള്ള കാഴ്ചകൾ തന്നെ, പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള മത്സ്യമുണ്ട്. കാരണം ഇവിടെ ഗോവ എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനം. ടൂറിസവും മത്സ്യബന്ധനവും തന്നെയാണ് ഗോവയിലെ പ്രധാന വരുമാനം. പിന്നെ കൃഷി തുടങ്ങിയ വരുമാനങ്ങളുണ്ട്. എല്ലാത്തരം മത്സ്യങ്ങളും പക്ഷേ ഇവിടെ അവൈലബിൾ ആണ്. കടലുമായിട്ട് ചേർന്ന് നടക്കുന്ന സ്ഥലമായത് കാരണം എല്ലാത്തരം മത്സ്യങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മത്സ്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാണുന്നതാണ് ഗോവയിലെ മത്സ്യബന്ധന തുറമുഖം. ഗോവയിലെ പനാജിയിലുള്ള മത്സ്യബന്ധന തുറമുഖമാണ് ഈ കാണുന്നത്. നമ്മൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് നേരെ ഫിഷിംഗ് ഹാർബറിലോട്ട് വന്നതാണ്. നമ്മുടെ നാട്ടിലേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ബോട്ടുകളാണ് ഇവിടെ ഉള്ളത്. വ്യത്യസ്തമായ രീതിയിലുള്ള മത്സ്യബന്ധനവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും ബോട്ടുകളുടെ രൂപഘടനയൊക്കെ നമ്മുടെ നാട്ടിലേക്കാളും വ്യത്യസ്തമാണ്. ആ കാണുന്ന പാലം എന്ന് പറയുന്നത് മണ്ടോവി ബ്രിഡ്ജ് എന്ന് പറയുന്ന ബ്രിഡ്ജാണ്. മണ്ടോവി നദിയാണ് ഈ കാണുന്നതൊക്കെ. മണ്ടോവി നദിയുടെ കുറുകെയുള്ള ആ ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത്. ഗോവയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ തന്നെയാണ് മണ്ടോവി ബ്രിഡ്ജ് എന്ന് പറയുന്നത്. മണ്ടോവി ഫിഷർമാൻ മാർക്കറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, ഈ ഫിഷിംഗ് ഹാർബറിന് അറിയപ്പെടുന്നത്.